ഈ കേസരി ഇതെന്തു ഭാവിച്ചാണ് എന്ന തലക്കെട്ടോടെ പുറപ്പെടുവിച്ച സിറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: കേരളത്തിലെ RSSന്റെ മുഖപത്രമാണ് കേസരി. RSSന്റെ മതരാഷ്ട്രീയ നിലപാടുകളെ അവതരിപ്പിക്കുകയും ന്യായീകരിക്കുകയും പൊതുസമക്ഷം ആവശ്യമുള്ളതുപോലെ വെളുപ്പിച്ചെടുക്കുകയുമാണ് കേസരിയുടെ സ്ഥാപിത ലക്ഷ്യം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജുവിന്റെ പേരിൽ കേസരി അടുത്ത് പ്രസിദ്ധീകരിച്ച വിവാദ ലേഖനമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വാസ്തവവിരുദ്ധവും ദുരുപദിഷ്ഠിതവുമായ പ്രസ്തുത ലേഖനം നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നതിൽ സംശയമില്ല. ക്രൈസ്തവർ രാജ്യവിരുദ്ധരാണ്, പ്രാദേശിക ഭാഷകളെ നശിപ്പിച്ചു വിദേശ സംസ്കാരം പ്രചരിപ്പിച്ചു, വേണ്ടിവന്നാൽ ഭരണഘടന തന്നെ റദ്ദു ചെയ്യണം തുടങ്ങിയ അബദ്ധജടിലവും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതുമായ നിരവധി പ്രസ്താവനകളാണ് പ്രസ്തുത ലേഖനത്തിലുള്ളത്. സത്യം യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോഴേക്കും നുണ ഒരു വട്ടം ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കുമെന്ന വിഖ്യാതമായ ചൊല്ലുപോലെ ES ബിജുവിനെ പോലുള്ള ആളുകളുടെ നുണക്കഥകൾ വിശ്വസിച്ച് ഇതര മതസ്ഥരുടെ ജീവനെടുക്കാനിറങ്ങുന്ന വിവേകം നഷ്ടമായ ആൾക്കൂട്ടങ്ങൾ ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടുന്ന കാഴ്ചയാണ്. അങ്ങനെയാണ് ഗ്രഹാം സ്റ്റെയിനും പിഞ്ചു കുഞ്ഞുങ്ങളും ചുട്ടുകൊല്ലപ്പെട്ടത്. കാണ്ടമാനിലെ വർഗീയ കലാപവും ക്രിസ്തീയ വേട്ടയും സംഭവിച്ചതും ഫാദർ അരുൾദാസും സിസ്റ്റർ റാണി മരിയയും അടങ്ങുന്ന മനുഷ്യസ്നേഹികൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടതും അസഹിഷ്ണുക്കളായ ആൾക്കൂട്ടങ്ങൾ അക്രമാസക്തരായി ആൾക്കൂട്ട വിചാരണകൾക്കും പൊതുസ്ഥലങ്ങളിലെ അതിക്രമങ്ങൾക്കും ഇറങ്ങുന്നതും. നുണ പറയാൻ സാക്ഷാൽ ഗബ്ലീസിനോടാണോ ES ബിജുവും ഹിന്ദു ഐക്യവേദിയും മത്സരിക്കുന്നത്? 1947 ഇന്ത്യയിലെ ജനങ്ങൾ എടുത്ത ശക്തമായൊരു തീരുമാനമായിരുന്നു തങ്ങൾ പാകിസ്ഥാന്റെ കണക്ക് ഒരു മതരാഷ്ട്രമാകുകയില്ല എന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ജനകോടികളുടെ ആ ധീരമായ തീരുമാനത്തെയാണ് RSS അടക്കമുള്ള വർഗീയ സംഘടനകൾ ഇന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ക്രൈസ്തവ രാജ്യങ്ങളിൽ യഥേഷ്ടം മതപ്രചാരണം നടത്താനും മതം മാറ്റാനും ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും വിദേശ ഫണ്ട് സ്വീകരിക്കാനും ഹൈന്ദവ നേതാക്കൾക്കും ആത്മീയ ആചാര്യന്മാർക്കും കഴിയുമെങ്കിൽ ഇന്ത്യയിൽ തങ്ങളുടെ മതം ജീവിക്കാനും പ്രചരിപ്പിക്കാനും ക്രൈസ്തവരടക്കമുള്ള മറ്റ് മതസ്ഥർക്ക് അവകാശം നിഷേധിക്കുന്നത് ഏതു തരം ന്യായമാണ്? പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്താൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വിധം ഇന്ത്യ വർഗീയ ഭ്രാന്തന്മാരുടെ കീഴിലായെന്നത് ലോകത്തിനു മുന്നിൽ ഈ രാജ്യത്തിൻ്റെ യശസ്സ് കെടുത്തുകയാണെന്നത് നിങ്ങൾ തിരിച്ചറിയണം. ക്രൈസ്തവർക്ക് വിദേശ സഹായം ലഭിക്കുന്നതിനെ വിമർശിക്കുന്നവർ ക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്നും ഹൈന്ദവ ആത്മീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന വിദേശ ഫണ്ടിനെക്കുറിച്ചും അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെയും കണക്ക് പുറത്തുവിടാൻ ഹിന്ദു ഐക്യവേദിക്ക് ധൈര്യമുണ്ടോ? ക്രൈസ്തവ രാജ്യങ്ങളിൽ യോഗയടക്കമുള്ള ഭാരതീയ ആത്മീയ ശൈലികൾ പ്രചരിപ്പിക്കുന്നത് അവിടങ്ങളിലെ സംസ്കാരത്തെ നശിപ്പിക്കുന്നില്ലേ? ക്രൈസ്തവർ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്ന വിചിത്രമായ ആരോപണമാണ് ES ബിജു ഉന്നയിച്ചിരിക്കുന്നത്. സ്വന്തം അജ്ഞതയെ ഇങ്ങനെ പുറത്തു കാട്ടാൻ അപാരമായ നാണമില്ലായ്മ ആവശ്യമാണ്. ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയെ ആധുനീകരിക്കുന്നതിൽ, സാമൂഹിക സേവന മേഖലകളിൽ, വിദ്യാഭ്യാസത്തിൽ, ആതുര സേവനങ്ങളിൽ നൽകിയ സംഭാവനകൾ സത്യസന്ധമായ ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? വിദേശ സംസ്കാരം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും രാജ്യവിരുദ്ധരെന്നുമുള്ള ദുരാരോപണം ക്രൈസ്തവർക്കെതിരെ ഉന്നയിക്കുന്ന നിങ്ങൾ ആധുനിക ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ, പ്രാദേശിക ഭാഷകളെ പുനർജീവിപ്പിക്കുന്നതിൽ ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകൾ എന്താണെന്ന് പരിശോധിക്കണം. വില്യം കേരിയെപ്പോലുള്ള മിഷണറിമാർ ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയതും ദേശീയ ഭാഷയായ ഹിന്ദി രൂപപ്പെടുത്തിയ ക്രൈസ്തവ മിഷണറിമാരെക്കുറിച്ച്, പ്രത്യേകിച്ച് 1876 എ ഗ്രാമർ ഓഫ് ദ ഹിന്ദി ലാംഗ്വേജ് എന്ന ഗ്രന്ഥമെഴുതിയ ആധുനിക ഹിന്ദി ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന സാമുവൽ ഹെൻറി കെലോഗിനെക്കുറിച്ചും വെറുപ്പ് വിളമ്പുന്നവർക്ക് അറിവുണ്ടോ? അടിമ വ്യവസ്ഥിതി, ജന്മിത്ത വ്യവസ്ഥിതി, ജാതി സമ്പ്രദായം, ശൈശവ വിവാഹം, സതി അടക്കമുള്ള അനാചാരങ്ങൾ ആരുടെ പ്രവർത്തനഫലമായാണ് ഈ നാട്ടിൽ അവസാനിച്ചതെന്ന് നിങ്ങൾ പഠിക്കണം. ഇന്നേക്ക് 150 വർഷങ്ങൾക്ക് മുമ്പ് 85 നിഘണ്ടുക്കൾ, 116 വ്യാകരണ ഗ്രന്ഥങ്ങൾ, 45 പത്രങ്ങൾ എന്നിവയെല്ലാം പുറത്തിറക്കി ഭാഷയുടെ വളർച്ചയ്ക്കും സാമൂഹിക നവോത്ഥാനത്തിനും ക്രൈസ്തവർ നേതൃത്വം നൽകിയത് അറിയാതെ പോകുന്നത് മഹാപാതകമാണ്. ഈ നാടിനു വേണ്ടി എന്തു ചെയ്തെന്നും എങ്ങനെ ജീവിച്ചെന്നും അറിയാതെയും പഠിക്കാതെയും അജ്ഞതയുടെ തിമിരം ബാധിച്ചവരായിട്ടാണ് നിങ്ങൾ ക്രൈസ്തവർക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നത്. വർഗീയതയുടെ ഇരുട്ട് പടർത്തി ഒരുപാട് കാലം നിങ്ങൾക്ക് മനുഷ്യരെ ചൂഷണം ചെയ്യാനാവില്ല. അങ്ങനെ അധികാരം പിടിച്ച എല്ലാവരോടും കണക്ക് ചോദിച്ച ചരിത്രമാണ് മനുഷ്യ സമൂഹത്തിൻ്റേത്. വെറുപ്പിൻ്റെ വിൽപ്പനക്കാർ ഐക്യമല്ല ഒരിക്കലും, ഉണങ്ങാത്ത വിഭജനത്തിൻ്റെ വടുക്കളായിരിക്കും ഇന്ത്യയുടെ ആത്മാവിലും ഇവിടുത്തെ മതങ്ങൾക്കിടയിലും സൃഷ്ടിക്കുന്നത്. നിഷ്കളങ്കരായ മനുഷ്യരെ നുണപ്രചാരണത്തിലൂടെ അസഹിഷ്ണുക്കളാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലും ഒരു വർഗീയ കലാപത്തിനാണോ RSS സ്കോപ്പ് കൂട്ടുന്നത്?
കേസരി ഇതെന്ത് ഭാവിച്ചാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന ചോദ്യത്തോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.